ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നതെന്ന് അറിയുമ്പോൾ തൊട്ടേ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ചിന്തിക്കുക ആ കുഞ്ഞിന് വേണ്ടി എന്തൊക്കെയാണ് മേടിച്ചു കൊടുക്കുക എന്നുള്ളതായിരിക്കും. അതിലേറ്റവും കൂടുതൽ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളതും. അങ്ങനെ അമ്മമാരോട് ചോദിച്ചും അതുപോലെ തന്നെ ഈ വീഡിയോസൊക്കെ കണ്ടിട്ടും നമ്മൾ ഫൈനലി ഒരു ചെക്ക് ലിസ്റ്റൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വാവയുടെയും ചേച്ചിയുടെയും ക്ലോത്ത്സ് എല്ലാം തന്നെ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മളിതെല്ലാം ബാഗിലോട്ട് പാക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റലിലേക്ക് പോയി ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നായിരുന്നു കേട്ടോ. 2-3 സാധനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ വളരെ യൂസ്ഫുള്ളായിരുന്നു. പ്രത്യേകിച്ച് ഈ മുണ്ടിൻ്റെ ആവശ്യം നമുക്ക് ഹോസ്പിറ്റലിൽ വന്നിട്ടില്ലായിരുന്നു. കൂടുതലും ഡയപ്പർ യൂസ് ചെയ്യുന്നതായിരുന്നു അവിടെ കംഫർട്ട്. പക്ഷേ ആളിപ്പം വീട്ടിൽ മുഴുവൻ ഈ മുണ്ടും അതേപോലെ തന്നെ ഡയപ്പർ ക്ലോത്തും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ ബാഗിൽ മസ്റ്റായിട്ടും വേണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 3 സാധനങ്ങളായിട്ടുള്ളത്. ഒന്ന് ന്യൂ ബോൺ ആയതുകൊണ്ട് തന്നെ വെറ്റ് വൈപ്സിന് പകരം വാട്ടർ വൈപ്സ് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞുള്ള ഇനീഷ്യൽ സ്റ്റേജസിൽ ബ്രസ്റ്റ് പമ്പ് വളരെ വളരെ യൂസ്ഫുള്ളായിരിക്കും. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ആട്ടോ ഈ ക്യാരി ബാഗ്. വാവയ്ക്ക് 3 മാസമായിട്ടും വാവേനെ വളരെ സേഫ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റിയ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരുന്നു ഈ ക്യാരി ബാഗ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റ് വേണമെന്നുള്ളൊരു ഉറപ്പായിട്ടും DM ചെയ്യാം. ബാക്കി പ്രഗ്നൻസി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.